എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ നിഅമത്തുണ്ടല്ലോ, ആ നിഅമത്തുകൾ നിങ്ങൾ ആലോചിക്കണം. അതിൽ ഹിദായത്ത് കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള മറ്റൊരു നിഅമത്ത് ഏതാണെന്നറിയുവോ? നമുക്ക് അല്ലാഹു ആഫിയത്ത് നൽകിയില്ലടോ. ഒരു മനുഷ്യന്റെ ശരീരം അത്ഭുതങ്ങളുടെ മഹാത്ഭുതമാ. ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാണ് ഒരു ഹ്യൂമൻ ബോഡിയിൽ, ഒരു മനുഷ്യ ശരീരത്തിൽ നടക്കുന്നത്. മറന്നുപോണ്ട. ഒരു സെക്കൻഡിൽ 33 കോടി രാസപ്രവർത്തനങ്ങളാ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്നത്. മറന്നുപോകേണ്ട സഹോദര. പടച്ചവൻ നൽകിയ ആഫിയത്തുണ്ടല്ലോ, ആ ആഫിയത്ത് വലിയ പവറുള്ളതാ. ഹിദായത്ത് കഴിഞ്ഞാൽ 2ാം സ്ഥാനം ആഫിയത്താ. അതുകൊണ്ടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കണം. സുബ്ഹി നിസ്കാരം എന്ന വളരെ പ്രധാനപ്പെട്ട നിസ്കാരം. ആ നിസ്കാരത്തിന്റെ 2ാമത്തെ റക്അത്തിൽ ഇഅ്തിദാലിന് ശേഷം പടച്ച തമ്പുരാന്റെ മുമ്പിൽ ആ പ്രഭാത സമയത്ത് വിശ്വത്തിലുള്ള വിശ്വാസികൾ, എന്റെ പ്രിയപ്പെട്ടവരെ, കൈയുയർത്തിക്കൊണ്ട് ദുആരക്കുക. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത്. പടച്ചവനെ, ഹിദായത്ത് നൽകിയവരിൽ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. ഹിദായത്തിന്റെ കാര്യം പറഞ്ഞിട്ട് 2ാമത് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതെന്താ? വാഫിനാ വാഫിനാ ഫീമൻ ആഫൈത്. അല്ലാഹുവേ, ഹിദായത്ത് മാത്രം പോരാ റബ്ബേ, നീ തന്ന ഹിദായത്ത് കൊണ്ട് നിനക്ക് ത്വാഅത്ത് ചെയ്യാൻ നന്ദി ചെയ്യാ. നീ ആഫിയത്തും കൂടെ നൽകണേ അല്ലാ, നൽകണേ റബ്ബേ, നൽകണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞാൽ തീരാത്ത അത്ഭുതമാ അല്ലാഹു നമുക്ക് നൽകിയത്. മറന്നു പോകണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയത് പറഞ്ഞാൽ തീരാത്ത അത്ഭുതമാ സഹോദരങ്ങളെ. ഒരു കണ്ണിന് പോലും നമ്മൾ ചെയ്തു തീർക്കാൻ നമ്മളെ കൊണ്ടാവൂല. അറിയുമോ, നമ്മുടെ നെറ്റിത്തടമുണ്ടല്ലോ, ആ നെറ്റിത്തടത്തിന്റെ തൊട്ടുതാടെയുള്ള പുരുകമുണ്ടല്ലോ, ഏതാണ്ട് 500 മുതൽ 500 അന്മങ്ങളായി പുരുകത്തിലുള്ളത്, ഈ ഐബ്രോസിലുള്ളത്. നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, പടച്ചവൻ നൽകിയിട്ടുള്ള അത്ഭുതകരമായ സ്വത്തിപ്പിനെ കുറിച്ചറിയുമോ? കേവലം സൗന്ദര്യത്തിന് മാത്രമല്ല ഈ ഐബ്രോസ് തന്നിട്ടുള്ളത്, കേവലം സൗന്ദര്യത്തിന് മാത്രമല്ല ഈ പുരുകം തന്നിട്ടുള്ളത്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വിയർപ്പ് വരുന്ന സ്ഥലം എവിടാണെന്നറിയുമോ? അവന്റെ നെറ്റിത്തടമാ ചെറുപ്പക്കാരാ, നെറ്റിത്തടമാ ചെറുപ്പക്കാരാ. ആ നെറ്റിത്തടത്തിലുള്ള വിയർപ്പിന്റെ കണങ്ങൾ അവനടപ്പടത്തടം പുരാൻ കൊടുത്ത അത്ഭുതമാകുന്ന കണ്ണുണ്ടല്ലോ, ആ കണ്ണിലേക്ക് ആ വിയർപ്പിന്റെ കണങ്ങൾ ഇറ്റ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പടച്ച തമ്പുരാൻ വെച്ച വേലിക്കെട്ടാ പൊന്നുമോനെ, അല്ലാഹു വെച്ച മതിൽ കെട്ടാ പൊന്നുമോനെ, അല്ലാഹു വെച്ചിട്ടുള്ള പ്രൊട്ടക്ഷന്റെ വരമ്പാ പൊന്നുമോനെ. നമ്മുടെ പുരുകം മറന്നു പോകണ്ട. സുബ്ഹാനല്ലാഹ്, എന്ത് അത്ഭുതമാടാ ചെറുപ്പക്കാരാ. റബ്ബിന്റെ സൃഷ്ടിപ്പ് നീ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ കണ്ണിന്റെ മുകളിലുള്ള ഇമയുണ്ടല്ലോ, ഒരു ദിവസം 15,000 തവണ നമ്മുടെ കണ്ണിന്റെ മുകളിലുള്ള പോളയുണ്ടല്ലോ, ഒരു ദിവസം 1 അല്ല 2 അല്ല 15,000 തവണയാണ് അതിങ്ങനെ ചലിക്കുന്നത്. എന്തിനാ വെറുതെ ചലിക്കുകയല്ല, അത് വൈപ്പർ സംവിധാനവാ, അത് വൈപ്പർ സംവിധാനവാ. ഒന്ന് ചിന്തിക്കാനും പറയുകയാ, അതൊരു വൈപ്പർ സംവിധാനവാ. നനവുള്ള കണ്ണിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ അത് ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാ. നമുക്ക് വല്ല ബുദ്ധിമുട്ടും തോന്നാറുണ്ടോ? വല്ല പ്രയാസവും തോന്നാറുണ്ടോ? നിങ്ങൾ ചിന്തിക്കണം. ഒരു ദിവസം 15,000 തവണ ഈ കണ്ണിന്റെ പോളകൾ ഇങ്ങനെ ചലിക്കുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പോളകൾ ചലിക്കുന്നത് കൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടാ, ഈ പോളകൾ ചലിക്കുന്നത് കൊണ്ട് കാണാൻ ബുദ്ധിമുട്ടാ, ഈ പോളകൾ ചലിക്കുന്നത് കൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ടാ, ഈ പോളകൾ ഇങ്ങനെ വെട്ടുന്നത് കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാ? ഒരു പ്രയാസവും ആരും പറഞ്ഞിട്ടില്ല, ആർക്കും പറയാൻ സാധ്യമല്ല. അത്ര കൃത്യമായിട്ടാ പടച്ച തമ്പുരാൻ അത്ഭുതകരമായിട്ടുള്ള കണ്ണിന്റെ പോളയെ സംവിധാനിച്ചത്. അതിന്റെ അഗ്രത്തുള്ള രോമങ്ങളുണ്ടല്ലോ, ആ പോളയുടെ അഗ്രത്തുള്ള രോമങ്ങളുണ്ടല്ലോ, ആ ഇമയുണ്ടല്ലോ, അത് 6 മാസത്തിലൊരിക്കൽ എന്റെ പ്രിയപ്പെട്ടവരെ അതിന് പുതിയ രോമങ്ങൾ വരും. മറന്നുപോകണ്ട പൊന്നുമോളെ, ആലോചിക്കണേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ചിന്തിക്കണേ. അത് ത്രെഡിങ്ങും പ്ലക്കിങ്ങും നടത്താൻ തന്ന പുരുകമല്ല, സൗന്ദര്യവർദ്ധനവിന് തന്നിട്ടുള്ള കണ്ണല്ല, പടച്ചവൻ ഇഷ്ടപ്പെട്ടത് കാണാനുള്ള കണ്ണ. ഒന്നാലോചിക്കണേ. ആ കണ്ണിന്റെ അത്ഭുതം പറഞ്ഞാൽ തന്നെ എത്രയോ പറയാനുണ്ട്. 6 മസിലുകളാ പൊന്നുമോനെ, 6 മസിലുകളാ പൊന്നുമോനെ, 6 പേശികളാ പൊന്നുമോനെ നമ്മുടെ കണ്ണിന് തന്നിട്ടുള്ളത്. ഈ 6
6 പേശികൾ കൊണ്ട് നമ്മൾ ആലോചിക്കണം ഒരു സെക്കൻഡ് കൊണ്ട് 50 വ്യത്യസ്ത വസ്തുക്കളെ ഒറ്റത്തവണ ഫോക്കസ് ചെയ്യാൻ പവറുള്ള അല്ലാഹുവിന്റെ ദുനിയാവിലുള്ള ഒറ്റ ക്യാമറയെ പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളൂ. അത് പടച്ച തമ്പുരാൻ തന്നിട്ടുള്ള കണ്ണാ പൊന്നുമക്കളെ, അതല്ലാതെ ദുനിയാവിൽ വേറെ ഒരു ക്യാമറയ്ക്കും അതിനുള്ള കഴിവില്ല. ഒരു സെക്കൻഡ് കൊണ്ട് 50 വ്യത്യസ്തമായ വസ്തുക്കളെ ഫോക്കസ് ചെയ്യാനുള്ള പവറുണ്ട്. വെറുതെയാണോ റബ്ബ് ചോദിക്കുന്നത്? അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലാഹുവിന്റെ ചോദ്യവാ, നിങ്ങൾക്ക് 2 കണ്ണു തന്നില്ലടോ, നിങ്ങൾക്ക് 2 ചുണ്ട് തന്നില്ലടോ, നിങ്ങൾക്ക് സുന്ദരമായ നാവ് തന്നില്ലടോ? അല്ലാഹുവിന്റെ ചോദ്യമാ സഹോദരങ്ങളെ. ഇതിനെല്ലാം കണക്ക് പറയണ്ടേ, ഇതിനെല്ലാം നന്ദി ചെയ്യണ്ടേ? ഇതെല്ലാം അത്യത്ഭുതകരമായിട്ടുള്ള റബ്ബിന്റെ നിഅമത്തുകളാ, മറന്നു പോകണ്ട. കണ്ണിനെ കുറിച്ച് ഒരു പോയിന്റും കൂടെ പറഞ്ഞ് ഞാൻ അടുത്ത പോയിന്റിലേക്ക് തന്നെ ഞാൻ കടന്നു പോവുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാൽക്കാലികളെ കണ്ണുണ്ടല്ലോ. ആ 2 കണ്ണുകളും അവരുടെ തലയുടെ ശിരസിന്റെ 2 ഭാഗത്താ പടച്ചവൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. മനുഷ്യന് മാത്രമേ ഉള്ളൂ തലയോട്ടിയുടെ മുൻഭാഗത്തായിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അത് മനുഷ്യന് മാത്രമാ പടച്ചവൻ കൊടുത്തിട്ടുള്ളത്. നാൽക്കാലികൾക്ക് അവരുടെ തലയുടെ 2 സൈഡിലാ ഉള്ളത്. ഒരിക്കലും ആ 2 കണ്ണുകൊണ്ട് അവർക്ക് ഒന്നുപോലെ കാണാൻ സാധ്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് കൊടുത്ത 2 കണ്ണുകൊണ്ട് ഒന്നുപോലെ അവർക്ക് കാണാൻ ഒരു നാൽക്കാലിക്കും സാധ്യമല്ല. ഒരു കണ്ണുകൊണ്ട് ഒരു ഭാഗം കാണുമ്പോൾ മറ്റേ ഭാഗത്ത് കാണുന്ന കാഴ്ചകൾ, ആ കാഴ്ചയുമായി അവരുടെ ബ്രെയിനിലേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷൻ അത് ബ്ലോക്ക് ചെയ്ത് വെക്കുകയാ. ഇപ്പുറത്ത് കാണുമ്പോൾ ഇപ്പുറത്ത് ബ്ലോക്ക് ചെയ്യുകയാ, ഇവിടെ കാണുമ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ ഒറ്റ കണ്ണിന് മാത്രമേ അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുകയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യർക്ക് പടച്ച തമ്പുരാൻ കൊടുത്തത്, അതിന് സയൻസ് പറയുന്ന പേര് BSV എന്ന ബൈനോക്കുലർ സിംഗിൾ വിഷൻ എന്ന 2 കണ്ണുകൊണ്ട് സിംഗിൾ വിഷൻ ഒന്നായിട്ട് കാണാൻ പറ്റുന്ന അത്ഭുതമുണ്ടല്ലോ. അത് വലിയ അത്ഭുതമാ പൊന്നുമോനെ, അത് വലിയ നിഅമത്താ പൊന്നുമോനെ. 2 കണ്ണുകൊണ്ട് ഒരിടർച്ചയുമില്ലാതെ വസ്തുക്കളും ഒന്നായിട്ട് കാണുന്ന അത്ഭുതമുണ്ടല്ലോ. അലം നജഅൽ ലഹു 2 കണ്ണ് തന്നില്ലയോ? സുന്ദരമായ കാഴ്ച തന്നില്ലയോ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ്, നിശ്ചയമായും നിന്റെ കേൾവിയും നിശ്ചയമായും നിന്റെ കാഴ്ചയും നിശ്ചയമായും നിന്റെ ഹൃദയത്തിൽ അങ്കുരക്കുന്ന ചിന്തയുടെ അംശങ്ങളും. സയൻസ് പറയുന്നതെന്താ? ശാസ്ത്രത്തിന്റെ അഭിപ്രായം എന്താ? ഒരു ദിവസം സാധാരണ ഒരു മനുഷ്യന്റെ ഹൃദയമുണ്ടല്ലോ, ആ ഹൃദയത്തിൽ ഏതാണ്ട് 21,600 ചിന്തകളാ ഒരു സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിലൂടെ മിന്നിമറയുന്നത്. ആ ചിന്തകളുണ്ടല്ലോ, അവന്റെ കാഴ്ചയും കേൾവിയുണ്ടല്ലോ, എല്ലാം അതെല്ലാം റബ്ബിന്റെ മുമ്പിൽ കണക്ക് പറയാനുള്ളതാ. അതെല്ലാം പടച്ച തമ്പുരാന്റെ മുമ്പിൽ മറുപടി പറയാനുള്ളതാ. അതുകൊണ്ട് റബ്ബ് തന്ന നിഅമത്തിനെ കുറിച്ച് ഓർക്കണേ. ആ നിഅമത്തുകൾ പറഞ്ഞാൽ തീരാത്തതാ സഹോദരങ്ങളെ. അതുകൊണ്ട് ഇതിന് നമ്മൾ നന്ദി എത്ര ചെയ്യുന്നുണ്ട് എന്ന് ചെറിയ ഒരു അവലോകനവും കൂടി നടത്തിയിട്ട് ഞാൻ ചുരുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു റബ്ബിൽ ഇസ്സത്ത് തന്നിട്ടുള്ള നമ്മുടെ മൂക്കുണ്ടല്ലോ, നമ്മുടെ ശരീരത്തിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ തീരൂല. അല്ലാഹു തന്ന വായു, വെള്ളം, വെളിച്ചം, എന്തെല്ലാം നിഅമത്താ, കോടിക്കണക്കിന് നിഅമത്തുകൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മാതാവിന്റെ ഗർഭഗൃഹത്തിൽ ആലോചിക്കണം, 4 ആഴ്ചയാകുമ്പോൾ, 4 മാസമല്ല 4 ആഴ്ചയാകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയം തുടിച്ചു തുടങ്ങും, ഹൃദയം ചലിക്കാൻ തുടങ്ങും. ആ ഹൃദയത്തിന്റെ സ്പന്ദനം എവിടെ വരെ ഉണ്ടാകും? ഒരു മനുഷ്യന്റെ മരണം വരെ പിന്നെ ഹൃദയം വർക്ക് ചെയ്യുകയാ. ഒരു റീസ്റ്റോറും ചെയ്യുന്നില്ല, ഒരു പ്രോഗ്രാമിങ്ങും റീപ്രോഗ്രാമിങ്ങും ചെയ്യുന്നില്ല, ഒരു സർവീസ് സ്റ്റേഷനും കയറ്റിയിറക്കുന്നില്ല. ഒരു ദിവസം 1,00,000 തവണകളാണ് നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ചലിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, ഇതെല്ലാം വെറുതെ തന്നതാണോ? അഫഹസിബതും, ഞാൻ ആദ്യം ഓതിയായതാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബതാ,
ഇതെല്ലാം വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല ഇല്ല, വലിയ ലക്ഷ്യത്തിന്റെ പിന്നിലാ പടച്ചവൻ ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത്, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മറന്നു പോകണ്ട, നന്ദി ചെയ്യണ്ടേ സഹോദരങ്ങൾ.